ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവസാന കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയം. യേശു നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലത്തെയുള്ള സകല വിധത്തിലുള്ള അടയാളങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുന്ന പോലെ എല്ലാം നോക്കിക്കൊണ്ട്, അല്ലേ, ജീവിക്കേണ്ട സമയമാണ്. ഇപ്പം തന്നെയല്ലേ, എല്ലാ ദിവസവും എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു വാണിംഗ് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. ഇലക്റ്റിനെ കൂടി, വൃതന്മാരെ കൂടെ, അല്ലെ, ചതിക്കുന്നതിന് വേണ്ടി, ഡിസീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് സൈറ്റം വരും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്താ പറയുക, അവെയർ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്റ്റ് ആയിട്ടുള്ളവർ, അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, അല്ലെ, അല്ലെങ്കിൽ വൃതന്മാരായിട്ടുള്ളവരെയും കൂടെ തെറ്റിപ്പിക്കാൻ, വൃദ്ധന്മാരായിട്ടുള്ളതും കൂടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ചുരുക്കം, അല്ലേ? അപ്പം അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് ഈ സമയത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ഒരു പിതാവിനെ പോലെ കർത്താവ് ഞങ്ങളെ വാൺ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളുടെ പിതാവ്, അങ്ങയാണ് ഞങ്ങളുടെ ഒറിജിൻ. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ പോറ്റി നടത്തുന്നതെല്ലാം അങ്ങ് തന്നെയാണ്. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. എന്നും സംസാരിക്കണമേ, എന്നും സംസാരിക്കുന്ന പോലെ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ഈ വചനം പലർക്കും കർത്താവ് അനേകാര്യങ്ങൾക്ക് ഇതാശ്വാസമായിട്ട് തീരട്ടെ. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ആമേൻ. നികട്ടേണ്ട നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ നമുക്കിന്ന് മത്തായിലേക്ക് പോകാം. 24-ന്റെ 23 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ. മാത്യു എഴുതിയ സുവിശേഷത്തിന്റെ 24-ാമത്തെ ചാപ്റ്ററിന്റെ 23 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ 24-ാമത്തെ വാക്കിൽ നിന്നാണ് സംസാരിക്കാനുള്ളത്. പക്ഷെ എന്നാലും 23 തൊട്ട് അങ്ങ് വായിച്ചു. 23 തൊട്ട് 25 വരെ വായിക്കും. എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അന്നും ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്. അപ്പൊ അവസാനത്തെ കാലഘട്ടത്തെ പറ്റി യേശുക്രിസ്തു പറയുമ്പോൾ 24-ാമത്തെ ചാപ്റ്റർ വായിക്കും. നമുക്കറിയാം വരാൻ പോകുന്ന സമയങ്ങളെ പറ്റിയൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയണേ, മെസ്സയാണെന്നുള്ള പേരിൽ വന്ന് നിങ്ങളെ ആരും ചതിക്കാൻ നോക്കും. അപ്പൊ നമുക്കറിയാം മെസ്സയ എന്നുള്ള പേരിൽ വന്ന് ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ ചതിച്ച ഒരു കാര്യമുണ്ട്, അല്ലെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദ് വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ദൈവത്തിന്റെ മക്കളെയല്ല, ദൈവത്തിന്റെ സൃഷ്ടിയെ ചതിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? അപ്പൊ അതുപോലെ ഇനിയും ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ ചതിക്കപ്പെടരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്നു യുദ്ധങ്ങളെ പറ്റിയും അതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ, യുദ്ധങ്ങൾ നടക്കും, യുദ്ധങ്ങളെ പറ്റിയുള്ള റൂമേഴ്സ് ഒക്കെ നമ്മൾ കേൾക്കും. പിന്നെ എന്താ പറയുക, എർത്ത് ഭൂമികുലുക്കങ്ങളും ഓരോ തരത്തിലുള്ള അസുഖങ്ങളെ പറ്റിയും അങ്ങനെ, അല്ലെ, വരൾച്ചയെ പറ്റിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കൊറോണ ഒക്കെ വന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാര്യങ്ങൾ ഒക്കെ, അല്ലേ? അങ്ങനെ കൊറോണയൊക്കെ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ വരണം എന്നുള്ള രീതിയിൽ തന്നെ മനുഷ്യർ ചെയ്തതാണ്, അല്ലെ? അപ്പോൾ അതുപോലെ ഇനി കാര്യങ്ങളൊക്കെ നടക്കാം എന്ന് ചുരുക്കം, അല്ലെ? കാര്യം അവസാനത്തെ കാലഘട്ടം ആകുമ്പോഴേക്കും പിശാചിന്റെ ഏജന്റുമാർ അവരുടെ ദുഷ്ടത വളരെയധികം, പിശാചിന്റെ വർക്ക് വളരെയധികം കൂടും. പക്ഷെ അപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ നടക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇതൊന്നും ബാധകവും ആയിരിക്കത്തില്ല. അപ്പം ഇതെല്ലാം പറഞ്ഞ ശേഷം യേശുക്രിസ്തു പറയുക, പിന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള കഷ്ടതയുടെ സമയത്തെ പറ്റിയെല്ലാം പറഞ്ഞതിന് ശേഷം പറയുക, അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരെ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരും എഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ അതിപ്പോഴും ഉണ്ട്, നടന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഉള്ളതും ഈ അവസാന കാലഘട്ടങ്ങളിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേൽക്കും. അപ്പൊ എന്ന് വെച്ച് കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു അനോയിന്റിങ്ങിലൊക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും,
അല്ലെ? അപ്പൊ ഇങ്ങനെ പറയുക, എഴുന്നേറ്റ് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പനെ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങളും കാണിക്കും. അപ്പൊ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിക്കാൻ മാത്രമുള്ള അനോയിന്റിങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും എന്ന് ചുരുക്കം, അല്ലെ? അപ്പൊ അനോയിന്റിങ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഈ പവർ, അല്ലെ? പവർ ദൈവത്തിൽ നിന്ന് മാത്രമാണെന്ന് വിചാരിക്കരുത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് 25ാമത്തെ വാക്ക് പറയും, ഞാൻ ഇത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ചതിക്കപ്പെടരുന്ന് പറയും. അപ്പൊ വൃദ്ധന്മാരെ തെറ്റിപ്പാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോ തെറ്റിപ്പോകുന്ന വൃദ്ധന്മാരുണ്ടായിരിക്കും എന്ന് ചുരുക്കം. അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്, അല്ലെ? എനിക്കിന്ന്. അപ്പോ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, എന്താ പറയുക, കള്ളപ്രവാചകന്മാര് വന്നിട്ട് എന്താ പറയുക, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ കിങ്ഡം, അല്ലെങ്കിൽ ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ തീർച്ചയായിട്ടും പവർ ഉണ്ടായിരിക്കും, അല്ലെ? പവർ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ പവർ കാണാൻ സാധിക്കും, അല്ലെ? ദൈവത്തിന്റെ എന്താ പറഞ്ഞ ബലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഹീലിങ്ങുകള്, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അതൊക്കെ ദൈവം ചെയ്യും, അല്ലെ? അപ്പൊ നമ്മുടെ ചർച്ചുകളൊക്കെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മൾ അനുവദിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാതെ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ തീർന്നു പോയി എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ, അങ്ങനെ ഇരിക്കുന്ന ചർച്ചുകളാണെങ്കിൽ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളൊന്നും വലിയ നടക്കത്തില്ല. കാരണം ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങോട്ട് ഒന്ന് ഇടിച്ചു കയറിയില്ല, ഞാനിത് ചെയ്യും എന്നും പറഞ്ഞിട്ട് ചെയ്യത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് വളരെയധികം ജെന്റിലായിട്ടുള്ള, വളരെയധികം എന്താ പറയാ, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീ വില്ലിന്റെ അപ്പുറത്തേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നും ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. അപ്പോ ചർച്ചിന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് ഗോഡിന് ലീഡർഷിപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ല ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിൻ പ്രകാരം നമ്മുടെ ഇഷ്ടത്തിൻ പ്രകാരം നടക്കുന്ന ചർച്ചാണെങ്കിലും, ജഡത്തിന്റെ സ്വഭാവത്തിൽ നടക്കുന്ന ചർച്ചാണെങ്കിലും, അത്രയ്ക്കുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, അല്ല? ജഡത്തിന്റെ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന ചർച്ചാണ്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ചർച്ചാണ് ദൈവത്തിന്റെ പവർ കാണിക്കുക. അപ്പോ പിന്നെ പവർ ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് വിചാരിച്ചു, ദൈവത്തിന്റെ പവർ ഉണ്ടാകാം. പിന്നെ അല്ല, ഇങ്ങനെ പറയട്ടെ, പവർ കാണുവാണെങ്കിൽ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു കാണുവാണെങ്കിൽ, അത് ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ പവർ ഉണ്ട്, അല്ലെ? എന്ന് മനസ്സിലാക്കുക. പിന്നെ ആ പവർ വരുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് നിർബന്ധമില്ല. അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിൽ നിന്നുള്ള എന്താ പറയുക, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാം. ഇനി കള്ളപ്രവാചകന്മാരും ക്രിസ്തുക്കളും വന്നിട്ട് അവരുടേതായിട്ടുള്ള എന്താ പറയുന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളപ്രവാചകന്മാരും ക്രിസ്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഏജൻസ് ആണല്ലോ, പിശാചിന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടേതായിട്ടുള്ള പവറും കാണിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും പറയത്തില്ല ദൈവത്തിന്റെ അത്ര പവറുണ്ട് പിശാചിന്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതാണ്, പിശാചായിട്ടല്ല സൃഷ്ടിച്ചത്, അല്ലെ? ഒരു മാലാഖയായിട്ട് സൃഷ്ടിച്ചതാണ്. അപ്പൊ അവന് അനോയിന്റിങ് ഉണ്ട്, അവന് അവിടെ അഭിഷേകം ഉള്ളവനാണ്, അല്ലെ? ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവന് എന്ത് വേണം ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ നിൽക്കുന്ന പവർ, അല്ലെ? പക്ഷെ എന്നാലും പിശാചിന് ഈ വിച്ച് ക്രാഫ്റ്റ് നടത്തുന്ന മന്ത്രവാദികൾക്കൊക്കെ അവർക്ക് അവരുടെ പവർ ഉണ്ടല്ലോ. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ മോസസിനെ പറഞ്ഞ് ദൈവം ഫറവോന്റെ മുമ്പിലേക്ക് വിടുമ്പോ മോസസ് ദൈവത്തിന്റെ ആത്മാവിനാൽ എന്താ പറയാ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിക്കുമ്പോ ഫറവോന്റെ മജീഷ്യന്മാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റി, അല്ലെ? അവസാനം അവര് പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാല് ദൈവത്തിന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പോ കുറച്ച് പവറൊക്കെ സൈറ്റിന്റെ ടീമിന്, മജീഷ്യന്മാർക്ക് കാണിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിന്റെ ടീമിന് കുറച്ച് പവറൊക്കെ കാണിക്കാൻ പറ്റും, കുറച്ച് അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ചുരുക്കം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല്, നമ്മൾ ഒരു സ്ഥലത്ത് ചർച്ചിലായിക്കോട്ടെ വല്ല പുറത്തായിക്കോട്ടെ എവിടെയെങ്കിലും അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോ അത് ദൈവത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് എന്താ പറയാ, നിർബന്ധമില്ല ചുരുക്കം. അപ്പോ വേറൊരു കാര്യം, ഇങ്ങനെയും കൂടെ ഇത് പറയട്ടെ, ദൈവം ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടെങ്കിൽ, ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണും, അല്ലെ? ദൈവം ഉണ്ടെങ്കിൽ പവർ അവിടെ ഉണ്ടായിരിക്കും. എന്നാ പവർ എപ്പോഴും കാണുന്ന പവർ ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനും അവൻ്റെതായിട്ടുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കാന്ന് ചുരുക്കം അല്ലെ. പവർ ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ദൈവത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പിശാചിൽ നിന്നായിരിക്കും. ഇനി പവർ ഇല്ല എങ്കിൽ ഒരു സ്ഥലത്ത് അത്ഭുതങ്ങൾ അടയാളങ്ങളൊന്നും കാണുന്നില്ല, ഒരു ചത്ത ചർച്ചാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു വലിയ എന്താ അത്ഭുതങ്ങൾ അടയാളങ്ങളൊന്നും കാണിക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ, ഒരു പവറും ഇല്ലെങ്കിൽ അത് കാണിക്കുന്നത് അവിടെ ദൈവമില്ല എന്ന് തന്നെയാണ് അല്ലെ. അപ്പം ദൈവം മൂവ് ചെയ്യുന്നില്ല അല്ലെ, ദൈവം അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കും എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക ഇവിടെ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കും. അപ്പൊ നമ്മളിപ്പോ യോഹന്നാനിലേക്ക് പോകുമ്പോൾ, ഒന്നാമത്തെ യോഹന്നാനിലേക്ക് പോകുമ്പോൾ, എഫെസിലേക്ക് പോകുമ്പോൾ, 4-ാമത്തെ ചാപ്റ്ററിലേക്ക് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക നമ്മള് എല്ലാ സ്പിരിറ്റുകളെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പോകരുത്. ഒന്നാമത്തെ യോഹന്നാന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്കില് ദൈവം പറഞ്ഞിരിക്കുക അല്ലെ, എല്ലാത്തിനെയും എന്താ നമ്മളങ്ങോട്ട് വിശ്വസിക്കരുത്, ആത്മാക്കൾ ഏതാന്നുള്ളതിനെ ഒന്ന് ശോധന ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. കാരണം ഒരുപാട് കള്ളപ്രവാചകന്മാരൊക്കെ ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, പ്രവചനമൊക്കെ വരുമ്പോ അതൊക്കെ ദൈവത്തിൽ നിന്നാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി അല്ലെ. പിശാചിൻ്റെതായിട്ടുള്ള രീതിയിൽ പിശാചിന്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാസ്റ്റർമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പവർ ഉള്ളതിനെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ ഈ പ്രവചിക്കാനുള്ള കഴിവ്, അതിനുള്ള ഒരു അനോയിന്റിങ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അല്ലെങ്കിൽ ഹീലിങ്ങിനായിട്ട് മിറക്കിൾസ് ചെയ്യാനുള്ളതൊക്കെ അതെല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയുക ദൈവമായിട്ട് വളരെയധികം ഒട്ടി നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുന്നതെന്ന് ഒരിക്കൽ പോലും വിചാരിക്കരുത്. ഒന്നാമത് തന്നെ ദൈവം ഇപ്പൊ തന്നെ നമുക്കറിയാം പറഞ്ഞതേ ഉള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കള്ളപ്രവാചകന്മാരിൽ നിന്ന് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പിശാചിന്റെ ഏജൻസ് ആണ്, അവരിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 7-ാമത്തെ ചാപ്റ്ററിൽ ദൈവം തമ്പുരാൻ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് അവസാന കാലത്ത് പലരും വന്ന് ലോഡ് എന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം, എനിക്ക് നിന്നെ അറിയത്തുകൂടിയില്ല അല്ലെ, ഐ നെവർ ന്യൂ യു എന്ന് പറയും എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവർക്കുണ്ടായിരുന്ന അനോയിന്റിങ്ങിൽ നിന്നുകൊണ്ട് മാത്രം അവർ വർക്ക് ചെയ്തത്. അവർക്ക് ദൈവമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ചോദിക്കും, എനിക്ക് നിന്നെ അറിയത്തും കൂടി എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, ലോർഡ് ഞങ്ങൾ അങ്ങയുടെ പേരിൽ അല്ലെ എന്താ പറയാ ഡെലിവറൻസ് നടത്തിയില്ലേ, പിശാചിന്റെ ആത്മാക്കൾ ഓടിച്ചില്ലേ അല്ലെ, ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തില്ല അല്ലെ, ഞങ്ങൾ പ്രോഫസി ചെയ്തില്ല. അപ്പോൾ ദൈവം പറയും, യേശുക്രിസ്തു പറയും, എനിക്ക് നിന്നെ അറിയത്തും കൂടി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കുണ്ടായിരുന്ന അനോയിന്റിങ്ങിൽ മാത്രം അവർ വർക്ക് ചെയ്യുകയും അല്ലെ, പിന്നെ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന അല്ലെ ഒരവസ്ഥ. അനോയിന്റിങ് അല്ലെ ഗിഫ്റ്റിങ്ങിൽ അല്ലെ എന്താ പറയാ ആ ഒരു ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റിങ്ങളുണ്ടല്ലോ, ഒരു വരങ്ങള്, അവത്തില് പ്രവചനപരം എന്നൊക്കെ പറഞ്ഞ അവത്തിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, അവർക്ക് ദൈവമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ചർച്ചില് അല്ലെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോ ഇന്റർനെറ്റിലേക്ക് കാണുന്ന പ്രവാചകന്മാര് അല്ലെങ്കിൽ വലിയ വലിയ മിനിസ്ട്രീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികള്, അവരൊക്കെ ഏത് തരത്തിലുള്ള ആത്മാക്കളാണ് അവരുടെ ഉള്ളിലുള്ളതെന്നുള്ളത് അവര് പുറപ്പെടുവിക്കുന്ന എന്താ പറയാ അവര് ഫലം അല്ല, അവര് കായ്ക്കുന്ന ഫലത്തിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാത്രമേ അവർക്ക് ആര് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവര് പുറപ്പെടുവിക്കുന്ന ഫലം എന്ന് പറയുമ്പം അവർ ചെയ്യുന്ന വർക്കിനെ പറ്റിയല്ല പറയുന്നത്, അവരുടെ സ്വഭാവത്തിൽ നിന്ന്, അവരുടെ ഇൻക്ലിനേഷൻസ് അല്ല, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ. ഇവര് എങ്ങനെ തരത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു എന്നുകൊണ്ട് മാത്രം അല്ലെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് എന്താ പറയുക അന്യഭാഷ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വ്യക്തി സ്പിരിച്വൽ ആണെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. പ്രോഫസി കുറച്ച് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താ
എന്താ പറയുക, ഒരു കുറച്ച് ഡെലിവറൻസ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കാൻ പോകരുത്, അല്ലെ? പ്രോഫസി എന്നൊക്കെ പറഞ്ഞ ഒരു ഗിഫ്റ്റ് ആണ്, അല്ലെ? ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. അപ്പൊ നമ്മള് 1 കൊരിന്ത്യന്റെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ 9 ഗിഫ്റ്റുകളെ പറ്റി, വരങ്ങളെ പറ്റി ദൈവം പറഞ്ഞിട്ട് അതിൽ ഒരെണ്ണമാണ് പ്രോഫസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ദൈവമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരിക്കണം എന്നത് അതിന് പ്രൂവ് ഒന്നുമില്ല, അതിന് എന്താ പറയുക, അത്ര ഗ്യാരണ്ടി ഉള്ള കാര്യമൊന്നുമില്ല. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, മത്തായിയുടെ 24ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, ഇലക്റ്റിനെയും കൂടെ അല്ലെങ്കിൽ വൃദ്ധന്മാരെയും കൂടെ തെറ്റിച്ചു കളയാനുള്ള അങ്ങനെ രീതിയിലുള്ള ഡിസീവിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഫോൾസ് ടീച്ചേഴ്സ്, ഫോൾസ് എന്താ പറയുന്നത്, ക്രൈസ്റ്റുകളൊക്കെ വരും എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഇലക്ട് അല്ലെ വൃദ്ധന്മാർ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത്, അല്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരൊറ്റ കാരണം മാത്രമുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ടൊരു ബന്ധമില്ല, അല്ലെ? ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മത്തായിന്റെ 10 ജോണിന്റെ 10 പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, എന്റെ ആടുകൾ, ആട്ടിൻകുഞ്ഞുങ്ങൾ അവർ എന്റെ ശബ്ദം കേൾക്കും, അല്ലെ? അവര് വേറെ ആരെയും ഫോളോ ചെയ്തില്ല, വേറെ ആരുടെയും ശബ്ദം കേട്ടോണ്ട് അവര് പോകത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പം എന്റെ ഷീപ്പുകൾ എന്റെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ, എന്നെ മാത്രമേ അവര് ഫോളോ ചെയ്യത്തുള്ളൂ എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ടെങ്കിൽ, നമ്മള് ആ ശബ്ദം ഏതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെ? ആ ശബ്ദം, യേശുവിന്റെ ശബ്ദം എങ്ങനെയാണെന്നും അവന്റെ സ്വഭാവം എങ്ങനെയാണെന്നും യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്നും യേശുക്രിസ്തു കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ പ്രസൻസിനെ പറ്റി നമുക്ക് അറിവുണ്ടാക്കി നമ്മൾ അതിനറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെതല്ലാത്ത വഴികൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നല്ലൊരു ഭക്ഷണം, അല്ലെ? ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഒരു നല്ലൊരു പായസം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു തന്നിരിക്കുന്ന നല്ലൊരു പായസം, അല്ലെങ്കിൽ നല്ലൊരു മീൻകറി, അത് നമ്മൾ കഴിച്ചു വളർന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ അമ്മ ചെയ്യുന്ന മീൻകറി, അതിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്കറിയാം, അല്ലെ? ഇനി നമ്മളുടെ അമ്മ ചെയ്യുന്ന പോലെ തന്നെയാന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും ചെയ്തു തരുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, അല്ലെ? ഇതല്ല ഒറിജിനൽ കാര്യങ്ങൾ, ഇതല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അത് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാ ദൈവത്തിന്റെ പ്രസൻസിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാണ്. 91ാമത്തെ സങ്കീർത്തനത്തിൽ അതാ പറയുന്നത്, ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാ പറയുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് ഒരു അനർത്ഥവും ഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് അറിയാൻ പറ്റും, ദൈവത്തിന്റെ വഴികളെ പറ്റി നല്ല ബോധ്യം ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ മനസ്സിനെ പറ്റി, ഹൃദയത്തെ പറ്റി നല്ല ബോധ്യം ഉണ്ടായിരിക്കും, ദൈവം ചെയ്യുന്ന രീതി എന്താന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ. ഹോളി സ്പിരിറ്റ് ഗോഡ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ്. നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവ് അതിന് സാക്ഷ്യം വഹിക്കും, അല്ലെ? അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കണം, ദൈവമായിട്ട് ഒരു ബന്ധമുള്ള വ്യക്തികളായിരിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന്റെ വഴികൾ അറിയണമെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധം, യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധമുള്ള വ്യക്തികളായിരിക്കണം, അല്ലെ? അങ്ങനെ ബന്ധമില്ലാത്ത വ്യക്തികളാണെങ്കിലാണ് ഏത് തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് ചാഞ്ഞു പോകുന്നത്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെയാണ് എന്നാ അവര് വൃദ്ധന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട് ആയിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മുടെ ചർച്ചിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ചിലർക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമാണ്, ചിലര് ദൈവമായിട്ട് യേശുക്രിസ്തുവായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു, ചിലർ അങ്ങനെയൊന്നുമല്ല. ഞായറാഴ്ച ചർച്ചിൽ വരും, ബൈബിളുമായിട്ട് വരും, ആ ബൈബിൾ അതേപോലെ കൊണ്ട് വെക്കുവാണെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച എടുക്കത്തുള്ളൂ, തുറന്നു നോക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ പ്രാർത്ഥനയുടെ എന്താ പറയുക, വചനം വായിക്കാതെ വർഷിപ്പ് ചെയ്യാൻ നടക്കുന്ന എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ട്, അല്ലെ? ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്ന വിശ്വാസത്തിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ വ്യക്തിയുണ്ട്. അപ്പൊ അവരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് ചാഞ്ഞു പോകും, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരെ വഴിതെറ്റിക്കാൻ വളരെയധികം ഈസിയാണ്. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്കും അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്കൊക്കെ മാത്രം മുൻതൂക്കം
മുൻതൂക്കം കൊടുക്കുകയും അതിലേക്ക് മാത്രം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതിരിക്കുന്ന എത്രയോ ചർച്ചകളുണ്ട്. അത്ഭുതങ്ങൾ മാത്രം അല്ലെ, തീ പെയ്യട്ടെ എന്ന് പറഞ്ഞ് തീ മാത്രമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്പിരിറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് സ്പിരിറ്റ് വന്നിങ്ങനെ ചാടവും തുള്ളുകയും മാത്രം ചെയ്തുകൊണ്ട് നിൽക്കുന്ന എത്രയോ ചർച്ചകളുണ്ട് അല്ലെ. റിവൈവൽ വേണമെങ്കിൽ റിവൈവൽ വേണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ റിവൈവൽ മാത്രം മതി, ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു ബന്ധവും വേണ്ട എന്ന് അങ്ങനെ ഇല്ലാത്ത എത്രയോ ചർച്ചകളുണ്ട് അല്ലെ. അപ്പൊ എത്രയോ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരെല്ലാം എന്താ പറയാ വളരെയധികം എന്താ പറയുക ചതിക്കപ്പെടാൻ എന്താ പറയുക ചാൻസ് ഉള്ള വ്യക്തികളാണ്. അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഇലക്ട്രൽ ചതിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വൃദ്ധന്മാർ ചതിക്കപ്പെടുന്നതിന്റെ കാര്യം ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് അല്ലെ. തന്റെ ആട്ടുകുഞ്ഞുങ്ങൾ തന്റെ ശബ്ദം കേൾക്കും, വേറെ തന്റെ ശബ്ദമല്ല വേറെ ആരുടെ ശബ്ദത്തിന് പുറകെ അവര് പോകത്തില്ല എന്ന് പറയുമ്പോ ശബ്ദം അറിയണം, അറിഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടൊരു ബന്ധമുണ്ടാകണം. എന്നോടൊരു ബന്ധമില്ലെങ്കിൽ എന്താ പറയുന്നത് ആരെങ്കിലുമൊക്കെ നിങ്ങള് വന്ന് ചതിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോ ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധം എന്നുള്ളത് നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതാണ് അല്ലെ. നമ്മൾക്ക് വേണ്ടാണ്. ഹോളിസ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുണ്ട്. ഹോളിസ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾക്ക് ഒരു വ്യക്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത്, വളർച്ച ദൈവത്തിനുള്ളത് അത് വളരെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മളുടെ പ്രെയർ ക്ലോസറ്റിൽ നമ്മളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യമാണ് ദൈവമായിട്ടുള്ളൊരു ബന്ധം അല്ലെ. അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മളുടെ വളർച്ച 100% നമ്മുടെ വളർച്ച അത് നമ്മുടെ ചർച്ചിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. എന്താന്ന് വെച്ചാൽ ചർച്ചിൽ ഒരു ഞായറാഴ്ച നമ്മൾ കേൾക്കുന്ന വചനം, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് വചനം കേൾക്കുന്നു, അതുകൊണ്ട് മാത്രം അത് മാത്രം പോരാ മനുഷ്യനെ സംബന്ധിച്ചോളം. അപ്പൊ ഇങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാ നമ്മള് ബ്രെഡ് കൊണ്ട് മാത്രം, അപ്പം കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കത്തില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് മാത്രം നമ്മൾ ജീവിച്ചു പോകുന്നു അല്ലെ. Man shall not live by bread alone എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനത്തിൽ നിന്ന് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ 3 നേരം ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഷുഗറൊക്കെ കുറവുള്ള വ്യക്തികളൊക്കെ, ഡയബറ്റിക് പ്രശ്നമുള്ളവർക്കൊക്കെ അത് വളരെ അധികം പ്രശ്നമായി തീരും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ എപ്പോഴും ഫാസ്റ്റിംഗ് എടുത്ത് എല്ലാ ദിവസവും ജീവിതകാലം മൊത്തം നമുക്ക് ഫാസ്റ്റിംഗ് എടുത്തോണ്ട് നിൽക്കാൻ പോകാൻ പറ്റും. 40 ദിവസമൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് അല്ലെ. ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കൃപ കൂടെ ഇല്ലാത്ത ഒരു ഫാസ്റ്റിംഗ് 40 ദിവസം എടുക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടില്ലാത്ത വ്യക്തികളൊന്ന് ഫാസ്റ്റിംഗ് ഒന്ന് എടുത്ത് നോക്കണം. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഹോളിസ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫാസ്റ്റിംഗ് ഒന്ന് എടുത്ത് നോക്കട്ടെ. അതെങ്ങനെ ഇരിക്കുക ഫാസ്റ്റിംഗ് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും അല്ലെ. 2 ദിവസം തികച്ചു കഴിഞ്ഞാൽ വലിയ കാര്യം. അപ്പോ ഭക്ഷണമില്ലാതെ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് പോലെ തന്നെ ദൈവത്തിന്റെ വചനമില്ലാതെ, ദൈവത്തിന്റെ കൂട്ടായ്മ ഇല്ലാതെ നമുക്ക് നമ്മുടെ എന്താ പറയുക ഉള്ളിലുള്ള വ്യക്തി, പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ ദൈവമായിട്ട് നമ്മള് ഒരു ബന്ധത്തിലായിരിക്കും എന്നുള്ളത് നമ്മളുടെ എന്താ പറയുക കടമയാണ്. നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ. ചർച്ചുകാർ പഠിപ്പിക്കും, പാസ്റ്റർമാർ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൊളോസ്യർക്ക് 1 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 22 തൊട്ടും 22 23 ഒക്കെ വായിക്കാൻ നമുക്കറിയാം. നമ്മളെ ദൈവമായിട്ട് നിരപ്പിക്കുന്നതിന് വേണ്ടി, ദൈവമായിട്ട് ബന്ധത്തിലാക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മരിച്ചത് അല്ലെ. തന്റെ ശരീരത്തിൽ അല്ലെ, തന്റെ ശരീരത്തിൽ ഉണ്ടായ മരണത്തിൽ അല്ലെ, തന്റെ മരണത്താൽ നമ്മളെ നിരപ്പിച്ചു, പിതാവുമായിട്ട് നിരപ്പിച്ചു. അപ്പോ നമ്മളെ ഹോളിയായി കാണിക്കുന്നതുകൊണ്ട് അതിനു വേണ്ടി അല്ല അല്ല. പക്ഷേ പിന്നെ നമ്മൾക്ക് പ്രത്യാശയായിട്ട് കിട്ടിയിരിക്കുന്ന ഗോസ്പൽ അല്ലെ, ആ ഗോസ്പൽ സുവിശേഷത്തിന്റെ പ്രത്യാശ നമ്മൾ എന്താ പറയാ ഇളകാതെ അടിസ്ഥാനപ്പെട്ട സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുന്നിൽ നിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവിന്റെ മുമ്പിൽ നമ്മള് എന്താ നമ്മളെ ഒരു ബ്ലെയിംലെസ് ആക്കിക്കൊണ്ട്, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 22 വാക്കും 23 വാക്കും കൊളോഷ്യന്റെ 1:22-23 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ
ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുന്നിൽ നിൽക്കും. അപ്പൊ നമ്മളെ ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതാണ് യേശുക്രിസ്തു മരിച്ചു, ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചത്. അപ്പം അത് യേശുക്രിസ്തു ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ പ്രത്യാശയില് അതിൽ നിന്ന് ഇളകി പോകാതെ അടിസ്ഥാനമുള്ളവരായിട്ട് അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുമുള്ളവരുമായി വിശ്വാസത്തിൽ നിൽക്കണം. അപ്പൊ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിട്ട് യേശുക്രിസ്തുവിൽ ക്ലിങ് ഓൺ ചെയ്തിരിക്കുന്ന വ്യക്തികളായിട്ട് യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ, അല്ലെ? അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ അത് ഓക്കെ അല്ലേ, എനിക്ക് സാൽവേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്നെ കുഴപ്പമൊന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. നമുക്കറിയാം, രണ്ടാമത്തെ ചാപ്റ്റർ ഫിലിപ്പ് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സാൽവേഷൻ നമ്മൾ ഫിയറോടുകൂടി ട്രംബിളിങ്ങോടുകൂടി വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭയത്തോടും വിറയലോടും കൂടി, അല്ലെ, അതില് നിൽക്കുക, അത് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മള് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം, അല്ലെ? അപ്പൊ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം. യേശുവിൽ മാത്രമേ നമുക്ക് ജീവനുള്ളൂ, യേശുവിൽ മാത്രമേ നമുക്ക് സ്വീകാര്യതയുള്ളൂ. പിതാവ് നമ്മളെ സ്വീകരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം, അല്ലെ? അല്ലാതെ യേശുവിന്റെ പുറത്താണെങ്കിൽ യേശു അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ പോയി സ്വീകാര്യരല്ല പിതാവിന്. അപ്പൊ അങ്ങനെയാകുമ്പം യേശുവിലായിരിക്കുന്ന ഒരു വൃദ്ധനെ ഒരിക്കലും ഇളക്കാൻ സാധിക്കത്തില്ല. യേശുവായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കുന്ന വൃദ്ധനെ ഒരിക്കൽ പോലും ഇളക്കാൻ പറ്റത്തില്ല. പക്ഷേ അല്ലാതെ എന്താ പറയുന്നത്, ഇങ്ങനെ യേശുവിലും അല്ല, പിന്നെ എന്താ പറയുക, ദൈവമായിട്ടൊരു ബന്ധവുമില്ല, ഹോളി സ്പിരിറ്റ് ഗോഡിലും അല്ല, വചനം വായിക്കുന്നുമില്ല, പക്ഷെ പ്രോസ്പെരിറ്റി മാത്രം മതി, അല്ലെങ്കിൽ ഫയർ മാത്രം മതി, അങ്ങനത്തെ മിറക്കിളും പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം മതി. അല്ലെങ്കിൽ ചില വിശ്വാസികൾക്ക് അതിന്റെ പോലും ആവശ്യമില്ല, അവര് അതിനെപ്പറ്റി പോലും എന്താ പറയാ ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയെങ്കിൽ ബൈബിളും വായിക്കുന്നൊന്നും ഇല്ലായെങ്കിൽ വീണു പോവുക തന്നെ ചെയ്യും, അല്ലെ? വൃദ്ധന്മാരെയും കൂടെ എന്താ പറയണേ പറ്റിക്കുന്നതിന് വേണ്ടി പിശാച് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ കാലമാണ്. പിശാച് അവന്റെ വർക്കിന്റെ തീഷ്ണത കൂട്ടുക തന്നെ ചെയ്യും. അതിന് ഒരു ഡൗട്ടും ഇല്ല. അതിനെപ്പറ്റി ഡൗട്ട് അടിക്കേണ്ട ഒരു കാലം അത് അങ്ങനെ തന്നെയായിരിക്കും. പിശാചിന്റെ വർക്ക് അവന് പലതരത്തിലും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ വൃദ്ധന്മാരെയും പറ്റിക്കാനുള്ള പണിയായിട്ട് പിശാച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നടത്താം. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നത് കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അത് ഞങ്ങളെ എന്നും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ഗോസ്പലില് കർത്താവെ ഞങ്ങളിങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കട്ടെ ഞങ്ങളുടെ ഇടത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട്ട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിന് ആമേൻ. ദൈവത്തിന് നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.